ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിരക്കിലാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ വിട്ട് ബി.ജെ.പിയിലേക്ക് എത്തുന്നവരെ സ്വീകരിക്കുന്ന തിരക്കിൽ. പക്ഷേ ഇതിനിടയിലും ബി.ജെ.പിക്കുള്ളിലുള്ള ചിലർക്ക് അവരുടെ പരാതികളുണ്ട്. ആ പരാതികൾ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടതാണ്. പലരെയും പരിഗണിച്ചില്ല എന്നുള്ളതാണ് പരാതി. പക്ഷേ ആരും ഉറക്കെ പറയാൻ തയ്യാറല്ല. പരിഭവങ്ങൾ പരസ്പരം പങ്കുവച്ച് അവർ മുന്നോട്ട് പോവുകയാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ പരിഭവം ആരോടെങ്കിലും പറഞ്ഞ് അത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ നടപടികൾ ഉണ്ടാകുമോ എന്നുള്ള പേടിയും ഇവർക്കുണ്ട്. മുൻ വർഷങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തിൽ എവിടെയൊക്കെയോ പോരായ്മകൾ സംഭവിച്ചു എന്ന് ഒരു വിഭാഗം നേതാക്കളും പറയുന്നുണ്ട്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം സ്ഥിരം കാണുന്ന ചില മുഖങ്ങൾ ഇത്തവണ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകതയാണ്. ഒരുപക്ഷെ അതിനെല്ലാം അപ്പുറം എന്തെങ്കിലും മുന്നിൽ കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വലിയ പ്രതീക്ഷകളിൽ കണ്ണുവെച്ചുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് ബി.ജെ.പി. പോയതെന്ന് വേണം കരുതാൻ. കാരണം കേന്ദ്ര നേതൃത്വം നേരിട്ട് തന്നെയാണ് ബി.ജെ.പിയിലെ സ്ഥാനാർത്ഥി നിർണയം നടത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, മറ്റു പാർട്ടികളിൽ നിന്നും ബി.ജെ.പിയിലേക്ക് വരുന്നവർക്ക് അർഹമായ പരിഗണന നൽകണം എന്നൊരു നിർദ്ദേശവും കേന്ദ്ര നേതൃത്വം സംസ്ഥാനത്തിന് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നാട്ടികയിൽ CPI വിട്ടുവന്ന CC മുകുന്ദന് അവിടെ തന്നെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയാകാൻ അവസരം നൽകിയത്. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ ലഭിച്ചതുപോലുള്ള ഒരു മേൽക്കൈ ഈ തവണ കിട്ടുമോ എന്നുള്ള കാര്യത്തിലും ഒരു സംശയമുണ്ട്. കാരണം തൃശ്ശൂരിൽ മത്സരിക്കാൻ താല്പര്യം കാണിച്ചിരുന്ന MT രമേശിന് അവിടെ സീറ്റ് നൽകിയില്ല. പക്ഷേ അദ്ദേഹം ഇത്തവണ മത്സരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ പരിഭവം ചെറുതൊന്നുമല്ല. കാരണം വളരെ നേരത്തെ തന്നെ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് MT രമേശ് പ്രവർത്തന രംഗത്ത് ഉണ്ടായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ നടന്ന എല്ലാ സമരങ്ങൾക്ക് മുന്നിലും MT രമേശ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. എന്തായാലും ഇത്തരത്തിൽ ഇങ്ങനെ സ്ഥിരം സ്ഥാനാർത്ഥികളായി പ്രത്യക്ഷപ്പെടുന്ന ചില ആളുകളെ ഒഴിവാക്കിയതിലും ആ ഒഴിവാക്കപ്പെട്ടവരിൽ പ്രഗത്ഭരെ ഒഴിവാക്കിയതിലുമാണ് വലിയ തരത്തിലുള്ള പരാതി. വലിയ ചർച്ചകൾക്കൊടുവിലും ഒരു പക്ഷേ പരാതികൾ ഉയരാനുള്ള സാധ്യതയും കണക്കിലെടുത്തുകൊണ്ടാണ് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള മണ്ഡലത്തിലേക്ക് കുമ്മനം രാജശേഖരനെ എത്തിച്ചത്. പ്രത്യേകിച്ചും ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം ആ മണ്ഡലത്തിൽ ബി.ജെ.പിക്ക് വലിയ വളക്കൂറുള്ള മേഖലയാണ്. 2016 37,000-ലധികം വോട്ടുകളാണ് ബി.ജെ.പിക്ക് ആറന്മുളയിൽ ലഭിച്ചത്. അന്ന് MT രമേശായിരുന്നു സ്ഥാനാർത്ഥി. ഒരു പക്ഷേ കുമ്മനം രാജശേഖരൻ അവിടെ എത്തുമ്പോഴേക്കും അത്രയധികം വോട്ട് നേടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ നേരത്തെ തന്നെ ബി.ജെ.പി. നേതാക്കൾക്കുണ്ടായിരുന്നു. പക്ഷേ ആദ്യവട്ട ചർച്ചയിലൊന്നും തന്നെ ആറന്മുള മണ്ഡലം കടന്നു വന്നിരുന്നില്ല. അന്ന് മറ്റു ചില മണ്ഡലങ്ങളിലേക്കായിരുന്നു പരിഗണിച്ചിരുന്നത്. മാത്രവുമല്ല, ആറന്മുളയും റാന്നിയുമൊക്കെ ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുക്കുന്നതിനെക്കുറിച്ചും ചില ചർച്ചകൾ വന്നിരുന്നു. പക്ഷേ ബി.ജെ.പിയിൽ എതിർസ്വരം ഉയരും എന്ന് ഉറപ്പായതോടെയാണ് ആറന്മുളയിലേക്ക് കുമ്മനം രാജശേഖരനെ പരിഗണിച്ചത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ബി.ജെ.പിക്കകത്തുള്ള പ്രശ്നങ്ങൾ ചെറുതാണ് എന്ന് പറയുമ്പോഴും ചില ആളുകൾ അത് വലുതാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ ഇതൊന്നും കാണുന്നതേ ഇല്ല, അല്ലെങ്കിൽ ഇതിനൊന്നും വലിയ താല്പര്യം കാണിക്കുന്നതുമില്ല. കാരണം എങ്ങനെയെങ്കിലും ഒരു 3 സീറ്റ് കേരളത്തിൽ നേടണം, അതിനപ്പുറം മറ്റൊന്നും മനസ്സിലില്ല. അതുകൊണ്ട് തന്നെയാണ് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ്റെ പ്രവർത്തനം. നിയമവും കഴക്കൂട്ടവും കൈപ്പിടിയിൽ ഒതുക്കണം. അതിനപ്പുറത്തേക്ക് കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരിലും ഒരു നോട്ടമുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം അവിടെയും 40,000-ഓളം വോട്ടുകളാണ് ബി.ജെ.പിക്ക് കിട്ടിയിരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. അത് കൃത്യമായി ലഭിച്ചു കഴിഞ്ഞാൽ ബി.ജെ.പിക്ക് മേൽക്കൈ നേടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. പിന്നീടുള്ള നോട്ടം മഞ്ചേശ്വരത്താണ്. അങ്ങനെ കേരളത്തിലെ ഏതാനും എണ്ണം പറഞ്ഞ സീറ്റുകളിൽ വിജയിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ ബി.ജെ.പി. പങ്കുവയ്ക്കുന്നുണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് എതിർസ്വരങ്ങൾ ഉയർന്നു വന്നാൽ ഈ വിജയയാത്രയ്ക്ക് വഴിമുടക്കിയാകുമോ എന്നുള്ള സംശയവും ബി.ജെ.പി. നേതാക്കന്മാർക്ക് ഇല്ലാതെയില്ല. എന്തായാലും വൈകിയാണെങ്കിലും തിരുവനന്തപുരം സെൻട്രലിലേക്ക് അവസാനം ബി.ജെ.പിയുടെ ഒരു മുതിർന്ന നേതാവിനെ തന്നെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതും നല്ല കാര്യമെന്നാണ് ബി.ജെ.പി. നേതാക്കൾ പറയുന്നത്. എന്തായാലും ബി.ജെ.പി. ചില രഹസ്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും. അവരുടെ താരപ്രചാരകർ അല്ല,
അതിനുമപ്പുറം 140 മണ്ഡലങ്ങളിലേക്കും അവരുടെ കേന്ദ്ര നേതാക്കന്മാരെ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അവർ തന്നെയായിരിക്കും തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എന്ന് പറയുമ്പോഴും ചില ആളുകൾ, അതായത് സീറ്റ് പ്രതീക്ഷിച്ചിരുന്ന ആളുകൾ, സാധാരണ സ്ഥിരമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും പിന്നീട് മത്സരരംഗത്ത് നിന്ന് മാറിയതിന് ശേഷം പ്രചരണവേളയിലോ അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട പ്രവർത്തന മേഖലകളിലോ ഇല്ലാത്ത കുറേ ആളുകളുണ്ട്. അത്തരം ആളുകളെ എന്തായാലും ഇത്തവണ ഒഴിവാക്കി എന്നുള്ളത് BJPക്ക് ആശ്വാസകരമാണ്. വരും ദിവസങ്ങളിൽ ഒരു കടുത്ത മത്സരം കാഴ്ചവെക്കാൻ തന്നെയാണ് BJPയുടെ നീക്കം. പക്ഷേ ഒരു കാര്യം, കഴിഞ്ഞ പ്രാവശ്യത്തിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ സീറ്റ് നേടുക എന്നുള്ളതാണ് അവർ ലക്ഷ്യം. ഒന്നുകിൽ നേമത്ത് അക്കൗണ്ട് തുറക്കണം, അതല്ലെന്നുണ്ടെങ്കിൽ മറ്റു മണ്ഡലങ്ങളിൽ കൂടി BJPക്ക് വലിയ തരത്തിലുള്ള വിജയം നേടണം. എന്തായാലും 3 മുതൽ 5 വരെ സീറ്റുകൾ പ്രതീക്ഷിച്ചാണ് ഇത്തവണ BJP അവരുടെ സ്ഥാനാർത്ഥി നിർണയം നടത്തിയിരിക്കുന്നത്.